നമസ്തേ രാധേകൃഷ്ണ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, ഭക്തി ഉള്ളവർക്കാണോ വിഷമങ്ങൾ ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചിട്ട്. അതിൻ്റെ കമൻറ്റിൽ ഞാൻ കുറേ ആൾക്കാരുടെ മെസ്സേജസ് കണ്ടു. എല്ലാം തകർന്ന പോലെ അവരിയ്ക്കുന്നത്. ഇനി എന്തിനാ ഭക്തി എന്നുള്ള രീതിയിലുള്ളൊക്കെ മെസ്സേജസ്. അതിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അനുഭവം എന്നതിനെ കുറിച്ചിട്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയ ഒരാളാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പോവേണ്ടി വന്നു. കുറച്ച് കാലം എന്നല്ല, കുറച്ചധികം കാലം പോവേണ്ടി വന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പോവേണ്ടി വന്നപ്പോൾ ഞാൻ ഇതേപോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. എന്തിനെന്നോട് ഇങ്ങനെ ചെയ്യുന്നു എന്നായിരുന്നു ഏതു നേരം ഞാൻ കണ്ണനെ കുറ്റപ്പെടുത്തുക തന്നെയായിരുന്നു. എനിക്ക് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു, മതി, ജീവിതം മടുത്തു എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള ആകെ ഇങ്ങനെ തകരുന്ന സമയത്ത് ഞാൻ കണ്ണൻ്റെ ഇങ്ങനത്തെ ഓരോ വീഡിയോസ്, ഇങ്ങനെ മോട്ടിവേഷൻ തരുന്ന രീതിയിലുള്ള കുറേ വീഡിയോസ്, കുറേ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിശ്വാസമാണ്, കണ്ണൻ കൂടെ ഉണ്ടാവും, എല്ലാം ശരിയാവുമെന്നുള്ളത്. അങ്ങനെ പോയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്ന് കര കയറാനുള്ള വഴിയൊക്കെ കണ്ണൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ആ വഴിയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയണത്, നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. അല്ലാണ്ട് അതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ഒരു സാധാരണ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്, കുറച്ചും കൂടി നല്ല രീതിയിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പിന്നെ ഭക്തീൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ കണ്ണിനായിട്ട് വല്ലാണ്ട് അടുത്തു. പിന്നെ ബന്ധങ്ങളും ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ മനസ്സിലായി. എല്ലാ രീതിയിലും നല്ലതിന് വേണ്ടിയിട്ടാണ്, എനിക്കത് ഉറപ്പാണ്. ഇതുവരെ ഉണ്ടായത് എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെയായിരിക്കും പോകുക. കാരണം എനിക്ക് കണ്ണിനിൽ അത്ര വിശ്വാസമുണ്ട്. ഇപ്പോൾ മുമ്പ് ഞാൻ ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു, ഭയങ്കര തകർന്ന രീതിയായിരുന്നു. പല ഹെൽത്ത് പ്രോബ്ലംസ് എനിക്ക് വന്നു ഈ ടെൻഷൻ കാരണം കൊണ്ട്. അതൊക്കെ കടന്നിട്ട് എനിക്ക് ഇവിടെ വരെ എത്തിയിട്ട് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ട്, കണ്ണൻ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നല്ലത് വരാൻ തുടങ്ങിയത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറയണത്. കണ്ണനിൽ വിശ്വസിക്കുക, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. കണ്ണനെ വിശ്വസിച്ചാൽ മാത്രം മതി. കാരണം നമ്മൾ നല്ല രീതിയിൽ പോകുമ്പോൾ ഒരു പ്രശ്നമില്ലാണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഉയർച്ചയിലോട്ട് എത്തില്ല. നമ്മൾ ആ ഒരു ലൈനിലേ നമ്മൾ പോവുള്ളൂ, മുകളിലോട്ട് ഉയരില്ല. അപ്പം നമ്മളെ മുകളിലോട്ടൊന്ന് ഉയർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് തട്ടി താഴത്തോട്ട് ഇട്ടാലേ നമ്മൾ മുകളിലോട്ട് ഉയരാനും നോക്കുള്ളൂ. താഴത്തോട്ട് വെച്ചാൽ ഞങ്ങൾ അത്രയും നല്ല താഴത്തോട്ട് തന്നെയാണ് വീണത്, ഭയങ്കര താഴ്ചയിലോട്ട് തന്നെയാണ് വീണത്. അത്രയും പ്രശ്നം തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. കണ്ണിനെ വിശ്വസിച്ചാൽ മാത്രം മതി, കണ്ണൻ കൂടെ ഉണ്ടാവും. എല്ലാ പ്രശ്നങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കണ്ണൻ കൂടെ ഉണ്ടാവും. നമ്മൾ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കാണ്ട് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക വേണ്ടത്. ഇപ്പം നമ്മളത് കരഞ്ഞിരുന്നിട്ട് വെച്ചിട്ട് നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ, സഹായിക്കാൻ ആരെങ്കിലും വരുമോ? ഒരാളും വരില്ല, ഒരാളും തിരിഞ്ഞു നോക്കില്ല. നമ്മൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അതിന് നിന്ന് കര കയറണമെങ്കിൽ നമ്മൾ തന്നെ കര കയറാനുള്ള വഴി നോക്കണം. ഒരു കയറ് കണ്ണിനിട്ട് തരുന്നുണ്ടെങ്കിൽ ആ കയറിൽ പിടിച്ച് കയറാൻ നോക്കുക നമ്മൾ വേണ്ടത്. അല്ലാണ്ട് ആ കിണറ്റിൽ തന്നെ കിടന്നിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാനിതിൽ വീണല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കരുത്. കണ്ണൻ ഒരു കയറിട്ട് തരികയാണത്. അപ്പോൾ ആ കയറിൽ പിടിച്ച് കയറി നമ്മൾക്ക് ഉയർച്ചയിലെത്താൻ പറ്റും. പലരുടെയും കമൻസ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പണ്ടത്തെ കാലം തന്നെ ഓർത്തത്. അങ്ങനെ ഇങ്ങനത്തെ ഒരു തകർന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു ഞാനുണ്ടായിരുന്നത്. ആകെ ഒരു വിഷമമായിരുന്നു. ബാക്കിയുള്ളവർ കാണുമ്പോൾ ഞാനൊന്നും അല്ലല്ലോ, ബാക്കിയുള്ളവർക്കൊക്കെ സുഖമാണല്ലോ, നല്ല ജീവിതമാണല്ലോ എന്നൊക്കെ തോന്നും. അവരുടെ മുമ്പിൽ നമ്മൾ ഒന്നും അല്ലാന്ന് നമ്മൾക്ക് തോന്നും. അവരൊക്കെ എന്തോ ഒരു സംഭവമാണല്ലോ എന്നൊക്കെ നമ്മൾക്ക് തോന്നും. പക്ഷേ ഇതൊന്നല്ല കാര്യങ്ങൾ, ഇതൊക്കെ വെറും മായ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ആഹ്ലാദിച്ച് സന്തോഷിച്ച് ജീവിക്കുന്നതൊക്കെ വെറും മായ മാത്രമാണ്. ശരിക്കും കണ്ണൻ നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ വഴിയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് കണ്ണൻ നമ്മളെ കണ്ണൻ്റെ ഭക്തരാക്കി മാറ്റി വിശ്വാസം കൂടുതൽ കണ്ണനിലോട്ട് ആക്കണതൊക്കെ അതുകൊണ്ടാണ്.
കണ്ണിന് നമ്മളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇപ്പം ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, ഇത്ര ഉയർച്ചയിലുള്ള ദൈവത്തിനെ മറന്ന് ജീവിക്കുന്ന ആൾക്കാരുടെ എല്ലാ രീതിയിലും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, അവർക്കൊന്നും കണ്ണനെ കിട്ടിയില്ലല്ലോ, എനിക്ക് കണ്ണനെ കിട്ടിയല്ലോ എന്ന് ഓർക്കണത് ഞാൻ. അപ്പോൾ ഈ ഒരു വിശ്വാസം, ഈ ഒരു സന്തോഷം എന്നൊക്കെ നമ്മൾക്ക് കണ്ണനെ കിട്ടുക, അതിനേക്കാൾ വലുത് വേറെ ഒന്നുമില്ല. കണ്ണനോട് നമ്മളുടെ ആഗ്രഹങ്ങൾ പറയാം നമുക്ക്. പക്ഷെ അത് വേണം എന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കരുത്. കാരണം അത് നല്ലതാണോ ചീത്തയാണോ എന്ന് കണ്ണന് അറിയാം. അതുകൊണ്ട് കണ്ണ് അതിനനുസരിച്ചുള്ളത് നമ്മൾക്ക് തരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കണ്ണനോട് എനിക്ക് ഇത് വേണം എന്ന് ചോദിക്കരുത്. കണ്ണനോട് എന്താ പറയേണ്ടത്? കണ്ണൻ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്, ഇത് നല്ലതാണെങ്കിൽ നടത്തി തന്നോളൂ എന്നാണ് പറയേണ്ടത്. ഒരു കാര്യം കണ്ണനോട് ചോദിക്കാൻ ആവശ്യപ്പെടരുത്. നമ്മൾ കണ്ണനോട് ആവശ്യപ്പെടേണ്ട ഒറ്റൊരു കാര്യം എന്താ വെച്ചാൽ, കണ്ണൻ നമ്മളുടെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമാണ്. കണ്ണനോടുള്ള ഭക്തി നമ്മൾക്ക് എന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. ആ ഒരു ശക്തി നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല. മാത്രമല്ല, എന്ത് പ്രശ്നം എന്തുണ്ടായാലും നമ്മളെ അതിൽ നിന്ന് കരകയറ്റാൻ നമ്മളെ കണ്ണൻ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കണ്ണനോടൊന്നും ചോദിക്കരുത്. ചോദിക്കുന്നത് കണ്ണനെ മാത്രമായിരിക്കണം. കണ്ണനെ ആയിരിക്കണം നമ്മൾ കണ്ണനോട് തന്നെ ചോദിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ആവശ്യപ്പെടരുത്. കാരണം നമ്മൾ എന്താവശ്യപ്പെടണോ അതൊക്കെ നമ്മൾ ഈ ലോകത്ത്, ഈ ലോകം എന്ന് പറയുന്നത് മായ ലോകമാണ്. നമ്മളുടെ മുമ്പിൽ കാണുന്നത് ഒക്കെ മായയാണ്. നമ്മൾ വിചാരിക്കും ഇത് നല്ലതാണെന്ന്, പക്ഷെ അത് നല്ലതായിരിക്കില്ല. പക്ഷെ എല്ലാ മായകളെയും ജയിച്ച നമ്മുടെ കണ്ണനറിയാം അത് നല്ലതാണോ നല്ലതല്ലേ എന്നുള്ളത്. നമ്മളൊന്നും കണ്ണനോട് എനിക്ക് വേണം എന്ന് ആവശ്യപ്പെടരുത്. എനിക്ക് അത് ആഗ്രഹമുണ്ട്, നല്ലതാണോ ഓക്കെ, വേണ്ട. ഒന്നും അമിതമായിട്ട് ആഗ്രഹിക്കരുത് ആദ്യം തന്നെ. കാരണം അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഭയങ്കര ഒരു മാനസികാവസ്ഥയായിരിക്കും. ആകെ ദേഷ്യവും വെപ്രാളും അതൊക്കെ ആയിരിക്കും. ദൈവത്തിന് തന്നെ നമ്മൾ മറക്കും, ദൈവത്തിനെ തന്നെ നമ്മൾ കുറ്റപ്പെടുത്തും നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് നടന്നില്ലെങ്കിൽ. പക്ഷെ അത് എന്തുകൊണ്ട് നടന്നില്ല അത് നമ്മൾ ചിന്തിക്കില്ല. അതുകൊണ്ട് നമ്മളൊന്നും ആഗ്രഹിക്കരുത്. കണ്ണനെ സ്നേഹിക്കുക, കണ്ണനെ വിശ്വസിക്കുക, കണ്ണനെ വിളിക്കുക, കണ്ണനെ പ്രാർത്ഥിക്കുക. എന്തെന്നുണ്ടെങ്കിലും നമ്മളെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും. കുറച്ചധികം കാലം തന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്കറിയാം ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത്. ആരൊക്കെ നമ്മളെ സഹായിച്ചില്ലയോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ദൈവം കൂടെ ഉണ്ടോ, നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അത് ദൈവം തന്നെ കാണിച്ചു തരും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ ഉണ്ടായിന്ന് വരില്ല. ബന്ധങ്ങൾ എന്ന് വിചാരിക്കണം നമ്മൾ കൊണ്ട് നടക്കണ ആ ഒരു പേര്, അതൊക്കെ വെറും പേര് മാത്രമായിരിക്കും. അതൊന്നും ബന്ധങ്ങളായിരിക്കില്ല. വെറും പേര്, ബന്ധം എന്നുള്ള പേര് മാത്രമായിരിക്കും. അത് ഒരാളും തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയണത്, എൻ്റെ കണ്ണനാണ് ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചത്. ഇനി മുന്നോട്ടും ഇതുവരെ ഇവിടെ വരെ ഞാൻ വന്ന് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഇനിയും ഉറപ്പുണ്ട്, ഇനി മുന്നോട്ട് എൻ്റെ കണ്ണൻ നോക്കിക്കോളുമെന്ന്. ഇപ്പോഴും ഞാൻ എല്ലാം കണ്ണൻ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാ ഗോപിമാരും ഒരു കാര്യം ഉറപ്പിച്ച് വിശ്വസിക്കൂ, കണ്ണൻ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും. കണ്ണനെ പ്രാർത്ഥിച്ചോളൂ. അല്ലാണ്ട് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. വിഷമിച്ചിരുന്നിട്ട് ഒന്നും നേടാനില്ല. ആ വിഷമിച്ചിരിക്കുന്ന നേരം കൊണ്ട് കണ്ണനൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. കണ്ണൻ അതിനുള്ള കാര്യങ്ങളുള്ള വഴി കാണിച്ചു തരും. നമ്മൾ പിന്നെ ഒരിക്കലും ഒരാളിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള വഴി നമ്മൾ കണ്ടുപിടിക്കുക. നമ്മളുടെ ഉള്ളിലുണ്ട് ആ കഴിവുകൾ, രക്ഷപ്പെടാനുള്ള കഴിവുകൾ നമ്മളുടെ ഉള്ളിലുണ്ട്. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരാളങ്ങനെ പൂർണ്ണമായി ആശ്രയിച്ച് അവരുടെ കാൽ കീഴിൽ കിടന്നിട്ട് എല്ലാ നരകദുഃഖങ്ങളും അനുഭവിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ഉള്ള അവസ്ഥയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടോ എന്ന് അവർ ഉള്ളിൽ തന്നെ കഴിവുകളുണ്ടെങ്കിൽ അത് പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. അല്ലാണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കിടന്ന് ഇങ്ങനെ അറിയാണ്ട് കണ്ണനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിക്കാണ്ട് പോയിട്ട് ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ പരീക്ഷ നമ്മൾ കടന്നേ പറ്റൂ അടുത്ത ക്ലാസ്സിലോട്ട് പോകുന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ പഠിക്കാണ്ട് ദൈവം നോക്കിക്കോളും എന്ന് 100% ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. താൻ പാതി ദൈവം പാതി എന്നല്ലേ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാണ്ട് എന്നെ ഈ ദുരിതത്തിലാക്കിയല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മളെപ്പോഴും നമ്മളെ കുറിച്ചിട്ട് മോശമായി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, എപ്പോഴും എനിക്ക് പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ പ്രശ്നം നമ്മളെ വിട്ടു പോവില്ല. നമ്മൾ എന്ത് മനസ്സിൽ വിചാരിക്കണോ അതാണ് നമ്മൾ ആയിത്തീരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പ്രശ്നം ഉണ്ടെന്നല്ല, ഇതിനെന്ത് വഴിയാണ്, വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുക. വഴികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിക്കുക. അപ്പോൾ ആ വഴി നമ്മളെ തേടിക്കൊണ്ട് വരും. ആ വഴിയിലൂടെ പോയാൽ മാത്രം മതി. കണ്ണനെ ഉറച്ച് വിശ്വസിക്കുക. കണ്ണൻ ഒരിക്കലും സംശയിക്കരുത്. കണ്ണൻ ഒരിക്കലും നമ്മളെ ശിക്ഷിക്കില്ല. നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല കണ്ണുള്ളത്. കണ്ണൻ നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണുള്ളത്. ഭക്തിൻ്റെ മാർഗ്ഗത്തിലൂടെ ആയാലും നമ്മുടെ ജീവിത രീതിയിലായാലും നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് കണ്ണുള്ളത്. അപ്പോൾ നമ്മൾ ആ ഉയർച്ചയിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കടമകൾ കടന്നേ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഈ ബുദ്ധിമുട്ടുകളിലൂടെ പോയാൽ തന്നെ നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും
ഒന്നും അല്ലാത്തോടത്ത് നിന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവ് എത്ര ഉണ്ട് എന്ന് നമ്മൾക്ക് തന്നെ അഭിമാനം തോന്നും. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാവും ഇത്രയും കഴിവ് എനിക്കുണ്ടായിരുന്നു എന്ന്. ആ ഒരു തോന്നലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് കണ്ണൻ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു അവസരങ്ങൾ തരുന്നത്. നമ്മളുടെ കർമ്മഫലമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. അല്ലാണ്ട് കണ്ണൻ ഒരിക്കലും നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവട്ടെ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവട്ടെ, അവർക്ക് ഇതുണ്ടാവട്ടെ, പ്രശ്നം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നതല്ല. നമ്മളുടെ കർമ്മഫലമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. പക്ഷേ ഇതൊക്കെ തരണം ചെയ്ത് എവിടെ നമ്മൾ എത്തിയാൽ, മുന്നോട്ട് എത്തിയാൽ നമ്മൾ അവിടെ ജയിച്ചു. അതല്ല നമ്മൾ ഇവിടെ തന്നെ കിടന്ന് കറിയാണെങ്കിൽ നമ്മൾ തോറ്റുപോയി. നമ്മളുടെ തോൽവി കാണാൻ ആഗ്രഹിക്കുന്നവർ മുമ്പിൽ നമ്മൾ തോറ്റു. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുക, അതിനുള്ള വഴി എന്താണെന്ന് കണ്ടുപിടിക്കുക. അല്ലാണ്ട് ദൈവത്തിനെ കുറ്റം പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കണം, നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പല അനുഗ്രഹങ്ങളുണ്ട്. ആരും വില കൊടുക്കാത്ത പല അനുഗ്രഹങ്ങളും, നമ്മളൊന്നും ഒരു വില അതിന് കൊടുക്കുന്നില്ല. പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താവുമായിരുന്നു? ഒന്നും ആവില്ലായിരുന്നു. നമ്മളിപ്പോൾ രാവിലെ എണീക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണ്. നമ്മൾക്ക് നമ്മളുടെ ബെഡിൽ നിന്ന് കാല് നിലത്ത് കുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ദൈവാനുഗ്രഹം തന്നെയാണ്. നമ്മൾക്കൊന്ന് നീച്ച് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹമാണ്. നമുക്ക് ശ്വസിക്കാൻ വായു നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹമാണ്. കാരണം ഉറക്കത്തിൽ മരിച്ചു പോകുന്ന എത്ര ആൾക്കാരുണ്ട്? പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ശരീരം തളർന്ന് ഇരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? നടക്കാൻ പറ്റാണ്ടാവുക, കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല, ശരീരം തളർന്നു, അല്ലെങ്കിൽ കാല് തളർന്നു, അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നു. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ? ശ്വാസം കിട്ടാണ്ട് വെന്റിലേറ്റർക്ക് ശ്വാസം വലിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ കൂടെ കൊണ്ട് നടക്കേണ്ടി വരിക. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്? ഭക്ഷണം ഒന്ന് മര്യാദയ്ക്ക് വായയിലൂടെ ചവച്ചിറക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്? ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ശരീരത്തിന് ഉണ്ടാവുന്ന എത്ര ആൾക്കാരുണ്ട്? വിശക്കുന്നുണ്ട് എന്നിട്ട് ഭക്ഷണം കഴിക്കാനും വയ്യ. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്? എത്രയോ ആൾക്കാരുണ്ട് പല ദുരിതങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നത്. നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു അനുഗ്രഹമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമല്ല. ഭക്ഷണം കഴിക്കാണ്ട് വെള്ളം പോലും, ഒരൊറ്റ വെള്ളം പോലും കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട്? പക്ഷേ ഇവിടെ ആണെങ്കിൽ നമ്മൾക്ക് വെള്ളം, നമ്മളുടെ ചുറ്റും വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, ഒന്നിനൊരു കുറവുമില്ല. നമ്മൾ മുകളിലോട്ട് നോക്കിയിട്ട് വിഷമിക്കുന്നതിനേക്കാൾ പകരം ഒന്ന് താഴത്തോട്ട് നോക്കിയാൽ മതി. അപ്പം നമ്മൾക്ക് മനസ്സിലാവും നമ്മളെക്കാൾ ഇല്ലാത്തതായിട്ട് കുറേ ആൾക്കാരുണ്ടെന്ന്. നമ്മളൊക്കെ ഈ ഒരു അനുഗ്രഹം ദൈവത്തിൻ്റെയൊക്കെ നിന്ന് മേടിച്ചിട്ട് ദൈവത്തിനെ പിന്നെയും നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ പ്രശ്നങ്ങളും മാറ്റി തന്നില്ല എന്ന് പറഞ്ഞിട്ട്. മാറ്റി തരേണ്ട ആവശ്യമില്ലല്ലോ ദൈവത്തിന്. അതിൽ നിന്ന് കരകയറാനുള്ള വഴി കാണിച്ചു തരികയല്ലേ വേണ്ടത്. അല്ലാണ്ട് നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടാവാണ്ട് എല്ലാ സുഖഭോഗങ്ങളോട് ജീവിക്കട്ടെ എന്ന് ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ പണ്ട് ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലം ആരനുഭവിക്കും? അത് നമുക്ക് വേറെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ ചെയ്തത് നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കണം. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. പക്ഷേ ദൈവം അതിൽ നിന്ന് കരകയറാനുള്ള വഴി കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ കിടന്ന് ദൈവത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഒക്കെ നമ്മളൊരു ഔദാര്യം പോലെ എടുത്തിരിക്കുക. നമ്മൾക്ക് അതിനോട് ഒരു വിലയില്ല. ഈ സൂര്യൻ്റെ രശ്മികൾ അത് നമ്മൾക്ക് എത്ര നല്ലതാണ്. അതൊക്കെ വെറുതെ കിട്ടുന്നതല്ലേ നമ്മൾക്ക്. നമ്മുടെ ശരീരത്തിന് വിറ്റാമിൻ ഡി ഇല്ലാത്തതിൻ്റെ പ്രശ്നത്തിൽ എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ട്, പല അസുഖങ്ങളും വന്നിട്ട്. അപ്പം ഇതൊക്കെ ഒരു അനുഗ്രഹമല്ലേ നമ്മൾക്ക് ദൈവം തരുന്നത്. ഇതിന് എന്തെങ്കിലും ദൈവം തിരിച്ച് ചോദിക്കുന്നുണ്ടോ? എന്നിട്ട് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. എന്നെ കഷ്ടതയിൽ പെടുത്തി എന്ന് പറഞ്ഞിട്ട്. കഷ്ടതകൾ പെടുത്തിയതല്ല, നമ്മൾ ആ കഷ്ടതയിൽ പോയി പെട്ടത് നമ്മളുടെ കർമ്മഫലമാണ്. അപ്പോൾ ദൈവത്തിനോട് നമ്മൾ നന്ദി പറയുക. എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് നമ്മൾ നന്ദി പറയുക. ഈ ഒരു പ്രശ്നം ഇത്രയിൽ ഒതുങ്ങി എന്ന് ഓർക്കുക. ഇല്ലെങ്കിൽ ഇതിനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാവുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എത്ര മാരരോഗങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്നൊക്കെ കണ്ണും കര കയറ്റില്ലേ. അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളുണ്ടോ? നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒന്നും മാറ്റാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്. അവരുടെ അസുഖങ്ങൾ വരെ ദൈവം മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ണൻ മാറ്റി കൊടുത്തിട്ടുണ്ട് പല ആൾക്കാരുടെയും പല അസുഖങ്ങളും. 3 മാസമേ ഉള്ളൂ അല്ലെങ്കിൽ 6 മാസമേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാർക്ക് വരെ കണ്ണനെ വിശ്വസിച്ചുകൊണ്ട് കണ്ണൻ അസുഖങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ഈ നിസ്സാര പ്രശ്നങ്ങൾ, ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കണ്ണനെ കൊണ്ട് പറ്റിങ്ങ. ഈ ലോകം, ഈ ഇത്രയും വലിയ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കണ്ണനെ കൊണ്ട് പറ്റിങ്ങ. നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റിയത് വെറും നമ്മളുടെ അടുത്തുള്ള 9 ഗ്രഹങ്ങളിൽ മാത്രമാണ്. അവിടെ വരെ നമ്മളുടെ അറിവ് എത്തിയിട്ടുള്ളൂ. അവരുടെ അറിവ് ഈ ഒരു കുറച്ചൊരു സ്ഥലം വരെ എത്തിയിട്ടുള്ളൂ. ഇതിനപ്പുറം എത്രയോ സ്ഥലങ്ങളുണ്ട്, എത്രയോ ഗ്രഹങ്ങൾ വേറെ ഉണ്ട്, എത്രയോ ജീവികൾ അവിടെ ജീവിക്കുന്നുണ്ട്, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് അവിടെ നിന്ന് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരൊക്കെ തുച്ഛമാണ്, വെറും തുച്ഛം. ഇതൊക്കെ സൃഷ്ടിച്ച കണ്ണൻ്റെ കഴിവ് എത്രയുണ്ട്. അപ്പോൾ ആ കണ്ണിനാണ് നമ്മൾക്ക് നമ്മളുടെ ഈ പ്രശ്നങ്ങളൊക്കെ എത്ര നിസ്സാരമായിട്ട് മാറ്റാൻ പറ്റും. നമ്മളിത് അതിന് ദൈവത്തിനെ വിളിക്കാത്ത കൊണ്ടല്ലേ, ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ പ്രശ്നം മാറ്റി തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി വിളിക്കാത്ത കൊണ്ടല്ലേ നമ്മൾക്കത് പ്രശ്നം മാറ്റി തരാത്തത്. ഇപ്പോൾ ദ്രൗപദീൻ്റെ വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപദി എന്താ ചെയ്തതെന്ന് വെച്ചാൽ തൻ്റെ 5 പതിമാരെ നോക്കി. 5 പതിമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് വലിയ വീരന്മാരാണ്, വലിയ യോദ്ധാക്കളാണ്, വലിയ രാജാക്കന്മാരാണ് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. ഒരു കാര്യം ഉണ്ടായില്ല. അവർക്ക് 5 പേർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല.
ഭീഷ്മർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. വിദുരർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റിയ നമ്മളെ കണ്ണന് മാത്രമാണ്. കണ്ണൻ എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഭക്തരുടെ വിഷമത്തിന് മുമ്പിൽ കണ്ണന് ഒരു ബാധ്യതയുമില്ല. തൻ്റെ ഭക്തരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൻ അവിടെ എത്തിയിരിക്കും. ഈ പാണ്ഡവർക്കാണെങ്കിൽ അവർ കൊടുത്ത വാക്ക് അവർ തോറ്റു. അതുകൊണ്ട് അവർക്ക് പാഞ്ചാലിനെ അവർക്ക് പണയം വെക്കേണ്ടി വന്നു. അപ്പോൾ അവർക്ക് ആ വാക്കിൻ്റെ മുകളിൽ അവർക്ക് പിടിച്ചു നിൽക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാര്യ ബാക്കിയുള്ള ഈ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വിവസ്ത്രയാവാൻ പോവുകയാണ് എന്ന് അവർ ചിന്തിച്ചോ? അവർക്കത് ചിന്തിക്കാൻ പറ്റിയോ? അവർ കൊടുത്ത വാക്കിൻ്റെ മുകളിൽ അവർ ബാധ്യസ്ഥരായി നിന്നു. ഭക്തരെ വിളിച്ച കണ്ണൻ അവിടെ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് പാഞ്ചാലിക്ക് അപ്പോഴും ഒരു വിശ്വാസമായിരുന്നു, ആരെങ്കിലും തന്നെ രക്ഷിക്കുമെന്ന്. ആരും രക്ഷിക്കുന്നില്ല. തൻ്റെ വസ്ത്രത്തിൻ്റെ സാരീൻ്റെ അറ്റം കടിച്ചു പിടിച്ചു, തൻ്റെ പല്ലിനെ വരെ വിശ്വസിച്ചു. പക്ഷെ അതും കൂടി കയ്യിന് പോയപ്പോഴാണ്, ആ ഒരു ഭാഗം കൂടി കയ്യിന് പോയപ്പോഴാണ് പാഞ്ചാലി കണ്ണനെ വിളിച്ചത്. അപ്പം തന്നെ കണ്ണൻ അവിടെ എത്തി വസ്ത്രം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എപ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും കണ്ണനിൽ അഭയം പ്രാപിക്കുന്നത്? അപ്പോഴായിരിക്കും കണ്ണൻ നമ്മളെ അടുത്തോട്ട് വരിക. അല്ലാണ്ട് നമ്മൾ കുറേ വിഷമങ്ങൾ മനസ്സിൽ വിചാരിച്ച് എനിക്ക് ദുരിതം വന്നല്ലോ എന്ന് വിചാരിച്ച് കണ്ണനെ ഇങ്ങനെ ഏത് നേരം പഴിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ച് വെറുതെ പേരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങോട്ട് പൂർണ്ണമായിട്ട് കണ്ണനിൽ ശരണം പ്രാപിക്കുക. ഇനി നിനക്കേ എന്നെ രക്ഷിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ശരണം പ്രാപിക്കുക. കണ്ണൻ രക്ഷിച്ചിരിക്കും. നമ്മൾക്ക് ആ ഒരു പൂർണ്ണമായിട്ട് ആ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് കണ്ണനും നേരെ വൈകണത്തിൽ എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ എപ്പോൾ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുന്നോ, കണ്ണൻ ചെയ്തിരിക്കുന്നു വിശ്വസിക്കുന്നോ, കണ്ണൻ എന്തായാലും വന്ന് ചെയ്തിരിക്കും. അല്ലാണ്ട് നമ്മൾ പകുതി വിശ്വാസം വരുമോ വരില്ലേ എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മളൊരാൾക്ക് ഇപ്പോൾ ഭക്ഷണം കൊടുക്കുകയെന്ന് വിചാരിക്കുക, കൊടുക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ദാനം കൊടുക്കുകയാണെങ്കിൽ ആ ദാനം കൊടുക്കുന്നതിന് എന്തെങ്കിലും ഫലമുണ്ടോ? ഒരു ഫലമില്ല. കൊടുക്കാൻ വേണം, കൊടുക്കാനിട്ട് വയ്യ എന്ന് വിചാരിച്ച് കൊടുത്ത കാര്യമുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ പ്രാർത്ഥിക്കും വേണം, പ്രശ്നങ്ങളുണ്ടല്ലോ, പ്രാർത്ഥിക്കണം. എന്നാട്ട് ദൈവത്തിൽ വിശ്വാസമില്ല. ദൈവത്തിനെ കൊണ്ട് പറ്റുമോ, ദൈവത്തിനെ കൊണ്ട് കഴിയുമോ എന്നുള്ള വിശ്വാസവും ഇല്ല. പിന്നെ എങ്ങനെയാ ദൈവം വന്ന് ചെയ്തു തരിക? നമ്മളെ പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള വഴികൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. പൂർണ്ണമായിട്ട് ഒരു വിശ്വാസം നമുക്ക് വേണം. ഇത്രയും വലിയൊരു പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന കണ്ണനെ നമ്മൾ വിശ്വസിക്കുന്നില്ല. പകരം നമ്മളുടെ ചുറ്റുമുള്ള തുച്ഛമായ മനുഷ്യരെ നമ്മൾ വിശ്വസിക്കുന്നു. തുച്ഛമായ മനുഷ്യരിൽ നമ്മൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അവർ നമ്മളെ രക്ഷിക്കും, അവർ നമ്മളെ സഹായിക്കുമെന്ന്. ഇവരാരും നമ്മളെ അവസാനം സഹായിക്കില്ല. നമുക്ക് പ്രശ്നം വരുമ്പോൾ ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഉണ്ടാവുന്നത് നമ്മുടെ കണ്ണനായിരിക്കും. ഇത്രയും വലിയ ശക്തിയുള്ള നമ്മുടെ കണ്ണനെ നമ്മുടെ കണ്ണിൽ ബോധിക്കില്ല. അയ്യോ ഈ കണ്ണന് ഇത്രയും വലിയ ശക്തി ഉണ്ടോ എന്നൊരു സംശയം നമുക്ക് നമ്മുടെ മനസ്സിൽ. എന്നിട്ട് നമ്മുടെ അടുത്തുള്ള എല്ലാവരും നമ്മൾ വിശ്വസിക്കും. പിന്നെന്താ കാര്യമുള്ളത്? നമ്മളൊരു കാര്യം എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കണ്ണനെ കൊണ്ട് കഴിയാത്തായിട്ട് ഈ ലോകത്തൊന്നുമില്ല. കാരണം ഈ ലോകമേ സൃഷ്ടിച്ചത് കണ്ണനാണ്. എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് കണ്ണനാണ്. അപ്പോൾ ആൾക്ക് എന്തുകൊണ്ട് പറ്റില്ല? ഇതൊക്കെ തുച്ഛമായ കാര്യമാണ് നമ്മുടെ കണ്ണന്. നമ്മളൊരു പെണ്ണെടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടുന്ന അത്രയും കൂടിയില്ല കണ്ണന് നമ്മുടെ പ്രശ്നങ്ങൾ എടുത്ത് നമ്മുടെ ജീവിതത്തിന് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ കൊണ്ടാണ് അത് വൈകുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഒരു വിശ്വാസം നമ്മൾക്കില്ല. അതുകൊണ്ടാണ് വൈകുന്നത്. നമ്മൾക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ എൻ്റെ കണ്ണിനെല്ലാം നോക്കിയിരിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ സംശയമാണ്, ശരിയാവില്ലേ എന്ന്. ആ ഒരു സംശയം ഉണ്ടാവരുത്. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, കണ്ണൻ ചെയ്തിരിക്കും എന്ന് വിചാരിക്കുക, കണ്ണൻ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നത്. അവിടെയാണ് നമ്മൾ തോറ്റു പോകുന്നത്. പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും ശരിയാവണില്ല എന്ന്. പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാവാത്ത എന്തുകൊണ്ട്? നമുക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഏത് നേരം അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. പ്രാർത്ഥിക്കുന്നുണ്ട്, കൂടെ പറയുന്നുണ്ട് കണ്ണൻ എന്നെ ഇതിൽ പെടുത്തിയല്ലോ എന്ന്. പ്രശ്നത്തിൽ പെടുത്തിയതും കണ്ണൻ എന്നെ രക്ഷിക്കും വേണം. എന്നാലും നമുക്ക് കണ്ണന് വിശ്വാസമില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, എൻ്റെ കർമ്മഫലം കൊണ്ട് ഞാൻ ഇവിടെ വന്ന് പെട്ടു, കണ്ണ നീ എന്നെ രക്ഷിക്കണേ. ഞാൻ അറിയാത്ത കാര്യമായിരുന്നു, ഞാൻ എൻ്റെ അറിവില്ലാത്ത സമയത്ത് ചെയ്ത കാര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ മുൻജന്മത്തിൽ ഞാൻ ചെയ്തതാണെങ്കിൽ എനിക്ക് അറിയില്ല, എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നീ ക്ഷമിക്കണേ എന്ന് പറയുക. ഞാൻ ആരോടൊക്കെയാണ് തെറ്റ് അറിയാണ്ട് ആരോടെങ്കിലൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും എന്നോട് ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് കണ്ണനെ പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിച്ചിട്ട് പ്രാർത്ഥിക്കൂ. നമ്മൾക്ക് കയറാനുള്ള വഴി കണ്ണൻ കാണിച്ചു തരും. അല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കരുത്. പ്രശ്നം ഉണ്ടായിന്ന് പറഞ്ഞിട്ട് അവിടെ ആ കിണറ്റിൽ തന്നെ കിടന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കരുത്. ആ കിണറ്റിന് പുറത്തോട്ട് വരാനാണ് നോക്കേണ്ടത്. അപ്പോൾ എൻ്റെ എല്ലാ ഗോപികോപന്മാർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം കണ്ണൻ വരെ രാധേകൃഷ്ണൻ.